ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ബർത്ത്ഡേ വരുന്ന സമയത്ത് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിക്കാറുണ്ട്. അത് നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ പോലെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് മ്യൂസിക്കൊക്കെ വെച്ച് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ മ്യൂസിക്കൊക്കെ വെച്ച് ചെയ്യുന്നതിന് പകരം അവരുടെ പേരും കൂടി ചേർത്തിട്ടുള്ളൊരു സോങ് ആക്കി നമുക്ക് അതിനകത്ത് ചേർത്ത് അയക്കാനായിട്ട് പറ്റും. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ വീഡിയോ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ ഇത് കാണാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായി നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഫോണിലുള്ള ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ ഈ സെർച്ചിൽ onehappybirthday.com ഇങ്ങനെ ഇവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ നമ്മുടെ ആരുടെ പേരിലാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ പേരിൻ്റെ ലെറ്റർ നോക്കുക. ഇവിടെ ഏതൊട്ട് ഇസഡ് വരെയുള്ള കിടപ്പുണ്ട്. നമുക്ക് ഇപ്പം ചെയ്യേണ്ട പേര് ഇവിടുന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ഓരോന്നും എടുത്ത് സെർച്ച് ചെയ്ത് നമുക്ക് ആ പേരിങ്ങനെ നീക്കി നമുക്ക് നോക്കണം. ഇപ്പം എ കൊടുത്തു കഴിഞ്ഞാൽ എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പേര് വരും. അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനെക്കാട്ടി എളുപ്പത്തിലൊരു വഴിയുണ്ട്. നമ്മളിവിടെ ഫൈൻഡ് യുവർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു പേര് കൊടുക്കാം, മനു. ഓക്കെ, മനു എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. ഇവിടെ സെർച്ച് കൊടുത്തു. ഓക്കെ, വന്നിട്ടുണ്ട്. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മനു എന്ന് പറഞ്ഞ പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയത് പേര് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ മനു അല്ല നമ്മൾ സെർച്ച് ചെയ്ത്, ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പം മനു എന്ന് പറഞ്ഞ പേര് വെച്ചിട്ടുള്ളൊരു സോങ് ഇവിടെ ക്രിയേറ്റ് ആകും. ഇപ്പോൾ ആ സോങ് കേൾക്കണമെങ്കിൽ ഈ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. കേട്ടില്ലേ? ഇങ്ങനെയാണ് ഒരാളുടെ പേര് വെച്ചിട്ടുള്ള ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ സെർച്ച് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ താഴെ ഇവിടെ വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അത് കേട്ട് നോക്കാം. എന്നിട്ട് നമുക്കത് ഡൗൺലോഡും ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് കേട്ട് കഴിഞ്ഞ ശേഷം ഡൗൺലോഡ് ചെയ്യുന്നത് ഇവിടെ ഒരു 3 ഡോട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോൾ അത് നമുക്കിവിടെ ഡൗൺലോഡ് ആവും. ഇതാ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുക, ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പേര് വെച്ചിട്ടുള്ള ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.